Yes. So hello everyone. Welcome to Rahil's Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് എക്സാംസിലെ സൈക്കോളജി എന്ന ഭാഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ തരിക അതിന്റെ ആൻസർ പറഞ്ഞു പോകുന്നതല്ല. ഓരോ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് നമ്മള് നിങ്ങൾ കാണുന്ന വീഡിയോ പാർട്ട് 4 ആണ്. ഇതിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഒരുപാട് പാർട്ടുകൾ ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫൈൻ. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ അക്കോർഡിംഗ് ടു ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഓഫ് ലേണിംഗ് ഫോർ സ്റ്റേബിൾ ലേണിംഗ്? സ്റ്റേബിൾ ലേണിംഗ് സംഭവിക്കാനും വേണ്ടിയിട്ട് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ എന്താണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് പല ആളുകൾക്കും ഇതിന്റെ ആൻസർ അറിയുന്നുണ്ടാവും, ചില ആൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾ നോ വെറീസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, അറിയുന്നവരെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻസ് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഓക്കെ, ആ സ്റ്റുഡന്റ് എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റിൽ എന്ത് ചെയ്യാണ്, എല്ലാ ടെസ്റ്റിലും കുട്ടി ജയിക്കുകയാണ്. അങ്ങനെ ജയിക്കുന്ന സമയത്ത് അത് വീണ്ടും, അതായത് ആ കുട്ടി എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണം അല്ലെ. ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും, വീണ്ടും ആ സെയിം ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു പ്രവണത കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് ഓരോ ടെസ്റ്റിന് ശേഷം നമ്മൾ കൊടുക്കുകയാണ്. അതായത് എല്ലാ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് ആ ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, അവരെ വീണ്ടും വീണ്ടും ആ ആക്ടിവിറ്റി ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അവരൊന്ന് പുഷ് ചെയ്യാണ്. ഫൈൻ. ഇനി ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ 3 ടെസ്റ്റുകൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ 5 ടെസ്റ്റുകൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ 7 ടെസ്റ്റുകൾ കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ ഒരു സ്പെസിഫിക് റേഷ്യോയിൽ എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം എന്താണ്, ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വേരിയബിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡം ആയിട്ട് ചിലപ്പം ഒരു ടെസ്റ്റ് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ 2-3 ടെസ്റ്റ് നല്ലതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കില്ല, 4മത്തേന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, വേരി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെന്റ് അവിടെ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എന്ത്, ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഇന്റർവെൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഇതിൽ ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റേബിൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലോജിക്കലി ചിന്തിച്ചാൽ മതി ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ്, വേരിയബിൾ റേഷ്യോ ഇൻഫോഴ്സ്മെന്റ് ആണല്ലേ. കാരണം എന്താ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അറിയുന്നില്ല അല്ലെ ഏത് മൊമെന്റിലാണ് കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും, നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഏത് മൊമെന്റിലാണ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് ഓൾറെഡി കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു സ്റ്റേബിൾ ലേണിംഗ് ഉണ്ടാകും എന്നാണ് ആര് പറയുന്നത്, ഓപ്പറാന്റ് കണ്ടീഷനിങ്ങില് BF സ്കിന്നർ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇതിന് കറക്റ്റ് ആൻസർ എന്താണ്, വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ്. റീഇൻഫോഴ്സ്മെന്റ് തിയറി നമുക്ക് ജസ്റ്റ് അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓവറോൾ നമുക്ക് ഒരു പിക്ചർ നമുക്ക് നോക്കാം. BF സ്കിന്നർ ഡെവലപ്ഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് തിയറി. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ബിഹേവിയർ ഈസ് സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസ്. അതാണ് ഈ പറയുന്ന നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ബിഹേവിയർ എന്താണ്, കോൺസിക്വൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു കുട്ടി വീണ്ടും വീണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു കോൺസിക്വൻസ് അവിടെ സംഭവിക്കണം അല്ലെ. ചോക്ലേറ്റ് കിട്ടുക അല്ലെ, റിവാർഡ് കിട്ടുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഫൈൻ. Variable ratio reinforcement provides reinforcement after an unpredictable number of response അല്ലെ, because the learners doesn't know when the next reward will come and the behavior tends to be strong, persistent and resistant to extinction അല്ലെ. അപ്പോൾ ലേണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്നില്ല എപ്പോഴാണ് റിവാർഡ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട് പേഴ്സിസ്റ്റന്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്തോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, സെയിൽസ് പേഴ്സൺ ഒരു സെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തഡാ. അപ്പൊ സെയിൽസിൽ അവരോട് പറയൂലേ ഏത് ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് അവർക്ക് എന്ത് ചെയ്യുക, ബോണസ് കിട്ടുക എന്നുള്ളത്. അവരെന്ത് ചെയ്യും, ഒരു വേരിയബിൾ റേഷ്യോ അവർക്ക് മനസ്സിലുണ്ടാവും. ഇന്നൊരു മൊമെന്റ് ആകുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് എന്ത് ചെയ്യാം, അവർക്ക്
ആ ഒരു സക്സസ്ഫുൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു ബോണസ് അവർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ, ഈ ഒരു കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റിംഗ് ആണ്, പക്ഷേ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ദ റീഇൻഫോഴ്സ്മെന്റ് തിയറി ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് തിയറി പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ഏറ്റവും ആക്യുറേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ റീഇൻഫോഴ്സ്മെന്റ് തിയറി പ്രകാരം ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് ആർ മെത്തേഡ് ഫോർ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വേണമെന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തറിയണം? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Positive reinforcement works best with highly motivated employees. Both positive and negative reinforcement are method for reinforcing positive behavior. Positive reinforcement provides negative consequences for inferior performance. Okay, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കാറ്ററ്റ് സർവീസ് എക്സാമിന്റെ എഴുതിയ ആളോട് ചോദിച്ചാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നുള്ളത്. പണ്ടത്തെ പോലെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തരുന്ന രീതിയിലുള്ള ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ചും കൂടി എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഫൈൻ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസറിലോട്ട് പോകാം. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് ആൻസർ ഈസ് 1 second. Where is it? Yeah, both positive and negative reinforcements are method for motivating employees. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി നമുക്ക് നോക്കാം. അത് നമുക്കറിയാം അല്ലെ, എന്താ തിയറി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസ് അല്ലെ. അതായത് ബിഹേവിയർ സംഭവിക്കണം എന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയർ എന്ത് ചെയ്യുള്ളൂ, അവിടെ സംഭവിക്കുകയുള്ളൂ. അതാണ് BF സ്കിന്നർ എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്മെന്റ് തിയറിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. കൃത്യമായിട്ട് മനസ്സിലാക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നുള്ളത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, ആഡിങ് എ ഡിസൈറബിൾ റിവാർഡ് ടു സ്ട്രെങ്തൻ ദി ബിഹേവിയർ. ഒരു ബിഹേവിയർ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. കുട്ടി നന്നായി പഠിക്കാൻ വേണ്ടി ചോക്ലേറ്റ് കൊടുക്കുന്നു. എന്താണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇപ്പോൾ സെയിൽസ്മാൻ എന്താണ്, പിന്നെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോണസ് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്രവണത അവർക്ക് ഉണ്ടാവുന്നതാണ്. അതേ സമയത്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, റിമൂവിങ് ആൻ അൺപ്ലസന്റ് കണ്ടീഷൻ ടു സ്ട്രെങ്തൻ ബിഹേവിയർ അല്ലെ. അതിന്റെ നമുക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. റിമൂവിങ് എക്സ്ട്രാ സൂപ്പർവിഷൻ വെൻ an employee consistency performs well അല്ലെ. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ്, ഒരു എംപ്ലോയി എന്താണ് കൺസ്റ്റന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, അവരുടെ മുകളിലുള്ള ഒരു എക്സ്ട്രാ സൂപ്പർവിഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒഴിവാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, മറ്റേ എന്താണ്, അവർക്ക് എന്തോ ഒരു കാര്യം കൊടുക്കുന്നതിലൂടെ അവർ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യാണ്. ഇവിടെ എന്താണ്, ഒന്നും കൊടുക്കാതെ ഒരു സാധനം കുറച്ചിട്ട് എന്താണ്, അവരുടെ റീഇൻഫോഴ്സ്മെന്റ് ഇൻക്രീസ് ചെയ്യാണ്. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ആ ഒരു മൈനസ് എന്നുള്ള ആ ഒരു നെഗറ്റീവ് എന്നുള്ള ഒരു വേർഡ് മീനിങ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റെസ്പോൺസ് ദാറ്റ് ലീഡ് ഓർഗാനിസംസ് ടു ഗെറ്റ് റിഡ് ഓഫ് പെയിൻഫുൾ സ്റ്റിമുലി ഓർ അവോയ്ഡ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദം പ്രൊവൈഡ് വിച്ച് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, responses that lead organisms to get rid of painful stimuli or avoid the escape from the provide which type of enforcement എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതായത് റീഇൻഫോഴ്സ്മെന്റില് നമ്മൾ എന്ത് ചെയ്യാണ്, പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലി നമ്മൾ എന്ത് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു കുട്ടി, ആ സ്റ്റുഡന്റ് എന്ത് ചെയ്യാണ്, ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ടീച്ചർ വഴക്ക് പറയും. ഓക്കെ, അതെന്താണ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലി ആണ്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഒഴിവാക്കല് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് ഏത് റീഇൻഫോഴ്സ്മെന്റ് വഴിയെന്ന് ചോദിക്കുന്നത്. ഏതോ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകുമ്പോൾ ആയിരിക്കുമല്ലോ ആ കുട്ടിക്ക് ഒരു തോന്നൽ ഉണ്ടാകുക, ഓക്കെ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാം എന്ത് ചെയ്യും, എന്നെ കലമ്പും. അതെന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലി ആണ്. ഓക്കെ, അപ്പൊ അത് ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണ് കുട്ടിയെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഡിലേഡ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. സോ എന്താണ് കറക്റ്റ് ആൻസർ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, ഫൈൻ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തൻസ് എ ബിഹേവിയർ ബൈ റിമൂവിങ്, അവോയ്ഡിങ് ഓർ എസ്കേപ്പിംഗ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ് അല്ലെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ ഉണ്ടാകുന്നതിലൂടെ അവരെന്ത് ചെയ്യും, ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു നമ്മൾ ആദ്യമേ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ് എന്നെനിക്ക് ഞാൻ എന്ത് ചെയ്യും,
ആ ഒരു ആക്ടിവിറ്റി ഒഴിവാക്കും, അല്ലെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. റൈറ്റ്, ഇതാണ് എന്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ സ്റ്റുഡന്റ് കംപ്ലീറ്റ്സ് ഹോംവർക്ക് ടു അവോയ്ഡ് ദി ടീച്ചേഴ്സ് ക്രിറ്റിസിസം. ദി അവോയ്ഡൻസ് ഓഫ് ക്രിറ്റിസിസം റീഇൻഫോഴ്സ് ദി ബിഹേവിയർ. ഫൈൻ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്? പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഇൻ ആൻ ആക്ച്വൽ ക്ലാസ് റൂം. ഇറ്റ് വർക്ക് ബെസ്റ്റ് ഇൻ ട്രെയിനിങ് ആനിമൽസ്. It is more effective than continuous reinforcement. It is less effective than continuous reinforcement. Okay, partial reinforcement ഏതാണ് ചോദിക്കുന്നത്? ഓക്കെ, പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, വാരി ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ്. എപ്പെങ്കിലും എന്ത് ചെയ്യാണ്, അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് താഴത്ത് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താണ്, ആ നമുക്ക് ഒരാൾക്ക് റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റിവാർഡിന് വിലയിലുണ്ടാവും. അതേ സമയത്ത് അവർക്ക് ഒരു നിശ്ചിത സമയത്ത് റിവാർഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ എനിക്ക് ഏത് മൊമെന്റിലാണ് റിവാർഡ് കിട്ടുക എന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്നാമതൊരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കാണുക. അതായത് ആ ആൾക്ക് അറിയില്ല എപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുക ഒരു റിവാർഡ് കിട്ടുക എന്നുള്ളത്, അല്ലെ? ഒരു സെയിൽസ്മാൻ അറിയുന്നില്ല എപ്പോഴാണ് ഒരു ബോണസ് കിട്ടുക എന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും, എപ്പോഴും അത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് വാരീഡ്, അല്ലെ? വാരീഡ് റീഇൻഫോഴ്സ്മെന്റ് നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തല്ലേ, വാരീഡ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഈ വേറൊരു പേരുണ്ട്, ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് പേരും കൂടി ഇതിനുണ്ട്. ഓക്കെ, partial reinforcement means a behavior is reinforced only some of the time rather than every time the behavior occurs. അല്ലെ, എപ്പോഴും സംഭവിക്കുന്നതിന് പോലെ തന്നെ സംഭവിക്കുന്നതിന് പകരം എന്താണ്, എപ്പെങ്കിലും സം ഓഫ് ദ ടൈം മാത്രം പിന്നെ സംഭവിക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. A teacher gave praise to a student for answering correctly only sometimes rather than praising the student after every correct answer. Okay, the students continues trying because they do not know when the next reward will come. Understood? അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ക്ലാർക്ക് എൽ ഹൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്? അല്ലെ, ക്ലാർക്ക് എൽ ഹൾ അസോസിയേറ്റഡ് ഇതിൽ ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്? ഇത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഉണ്ട്, ഡ്രൈവ് റിഡക്ഷൻ തിയറി ഉണ്ട്, തിയറി ഓഫ് ഇൻസൈറ്റ് ഉണ്ട്, വൺ ഫാക്ടർ തിയറി ഉണ്ട്. ഓക്കെ, ക്ലാർക്ക് എൽ ഹൾ ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണ്? കറക്റ്റ് ആൻസർ എന്താണ്? ഡ്രൈവ് റിഡക്ഷൻ തിയറി ആണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി നമുക്ക് നോക്കാം. ക്ലാർക്ക് എൽ Hull proposed the drive reduction theory of learning. According to Hull, learning and behaviors are motivated by biological drivers such as hunger, thirst, and the need to avoid discomfort. അല്ലെ, അപ്പൊ ഹൾ എന്താ പറയുന്നത്? റിഡക്ഷൻ തിയറി ഓഫ് ലേണിംഗിലൂടെ, ഡ്രൈവ് റിഡക്ഷൻ തിയറി ഓഫ് ലേണിംഗിലൂടെ നമ്മൾ ലേണിംഗ്, ഓക്കെ, ലേണിംഗും അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്താണ്? അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഡ്രൈവ്സ് കാരണമാണ് നമ്മളുടെ ബിഹേവിയറും അതുപോലെ തന്നെ ലേണിംഗ് ഒക്കെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ആര് പറയുന്നത്? ഹള്ള് പറയുന്നത്, അല്ലെ? ഈ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹങ്കർ, വിശപ്പ്, ദാഹം, അല്ലെ, ഡിസ്കംഫോർട്ട് ഒഴിവാക്കുക, ഇങ്ങനെ ബയോളജിക്കൽ ആയിട്ടുള്ള ഡ്രൈവ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ലേണിംഗും അതുപോലെ തന്നെ ബിഹേവിയർ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഉണ്ടാകുന്നത് ആര് പറയുന്നത്? ഹള്ള് പറയുന്നത്. Okay, for example, a child feels hungry and becomes uncomfortable. The child eats food which reduce the hunger drive and make the child feel satisfied. Because eating reduces the uncomfortable feeling, the child is more likely to eat again when hungry. Okay, ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അതിന്റെ ഒരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്, കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, ബയോളജിക്കൽ ഡ്രൈവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നതിലും ലേണിംഗ് ഒന്ന് ട്രിഗർ ചെയ്യുന്നതിലുള്ള വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്നാണ് ഓക്കെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ഹൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ ബി കോൾഡ് ആസ് ഡിപെൻഡന്റ് വേരിയബിൾ? ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഹള്ളിന്റെ തിയറി പ്രകാരം ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് ചോദിക്കുന്നത്? ഹാബിറ്റ് സ്ട്രെങ്ത് ആണോ, ഡ്രൈവ് ആണോ, റെസിസ്റ്റൻസ് ടു എക്സ്റ്റിങ്ഷൻ ആണോ, എക്സിക്കാറ്ററി റിയാക്ഷൻ പൊട്ടൻഷ്യൽ ആണോ? ഓക്കെ, ഇതിൽ ഏതാണ് ഹള്ളിന്റെ അടിസ്ഥാനത്തിൽ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നതാണ്? അപ്പോ ഹള്ളിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു കേട്ടോ, അത് ആദ്യം പറഞ്ഞുതരാം, അതിന്റെ ആൻസറിലോട്ട് വരാം. ഓക്കെ, ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തുണ്ട്? 3 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്താണ്? ഡ്രൈവ് ഉണ്ട്. ഓക്കെ, ഡ്രൈവ് ഉണ്ട്, എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതാണ് ഡ്രൈവ്. പിന്നെന്താണ്? ഹാബിറ്റ് സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, നമ്മള് ഡ്രൈവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഹാബിറ്റ്. ഓക്കെ, ഫൈൻ. പിന്നെന്താണ്? എക്സിക്കാറ്ററി റിയാക്ഷൻ പൊട്ടൻഷ്യൽ, അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ, ദ ചൈൽഡ് ഫീൽസ് തേഴ്സ്റ്റി. ഓക്കെ,
ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ദാഹിക്കുകയാണ്. അപ്പൊ ദാഹിക്കുന്ന സമയത്ത് എന്താണ്, അപ്പോ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് ഉണ്ടാകാണ് അല്ലെ. അതായത് ഞാൻ അവിടെ ആക്ട് ചെയ്യണം, ദാഹം ഉണ്ട്, ഞാൻ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കുട്ടിക്ക് ഉണ്ടാകുകയാണ്. അതാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ചൈൽഡ് ഹാസ് ലേൺഡ് ഫ്രം പ്രീവിയസ് എക്സ്പീരിയൻസ് ദാറ്റ് ആസ്കിംഗ് ഫോർ വാട്ടർ റിസൾട്ട് ഇൻ ഗെറ്റിംഗ് വാട്ടർ. റിപ്പീറ്റഡ് സക്സസ്ഫുൾ എക്സ്പീരിയൻസ് മേക്സ് ദിസ് ഹാബിറ്റ് സ്ട്രോങ്ങർ അല്ലെ. കുട്ടിക്ക് മനസ്സിലായി ദാഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മള് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം അല്ലെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പേരൻസിനോട് നമ്മൾ എന്ത് ചെയ്യണം, ദാഹിക്കുന്ന സമയത്ത് വെള്ളം ചോദിക്കണം. അങ്ങനെ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലായി എന്താണ്, ഈ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ദാഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വെള്ളം ചോദിക്കണം, പേരൻസിനോട് വെള്ളം ചോദിക്കണം എന്നുള്ള ആ ഒരു ഹാബിറ്റ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്കിടയിൽ ഫോം ചെയ്യുന്നു. ഇതാണ് ഹാബിറ്റ് സ്ട്രെങ്ത് എന്നുള്ളത് അല്ലെ, SHR എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എക്സിക്കാറ്ററി റിയാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഞാൻ പറഞ്ഞുതരാം എന്താ കോൺസെപ്റ്റ് എന്നുള്ളത്. ബിക്കോസ് ദി ചൈൽഡ് ഈസ് തേഴ്സ്റ്റി ആൻഡ് ഹാസ് എ സ്ട്രോങ് ഹാബിറ്റ് ഓഫ് ആസ്കിംഗ് ഫോർ വാട്ടർ, the likelihood of the child actually asking for water becomes high അല്ലെ. അപ്പോ ഇത് രണ്ട് കാരണമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, വെള്ളം നിർബന്ധമായിട്ട് ചോദിക്കുന്നത്. ഒന്നെന്താണ്, ബയോളജിക്കൽ ആയിട്ട് അതൊരു ഡ്രൈവ് ഉണ്ടാകണം, അതായത് ആ കുട്ടിക്ക് ആദ്യം ദാഹിക്കണം, അതാണ് ആദ്യം ഉണ്ടാകേണ്ട ഒരു കോൺസെപ്റ്റ്. രണ്ടാമത് എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് അറിയണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഹാബിറ്റ് ഫോർമേറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ഹാബിറ്റ്, ദാഹിച്ചു കഴിഞ്ഞാല് പാരന്റിനോട് വെള്ളം ചോദിച്ചു കഴിഞ്ഞാല് വെള്ളം കിട്ടും. അപ്പോ ആദ്യം ദാഹിച്ചു, പിന്നെ കുട്ടിയുടെ മനസ്സിൽ വന്നു, ദാഹ്യം വന്നു, ഇനി എന്ത് ചെയ്യണം, പേരൻസിനോട് ചോദിക്കണം, അപ്പൊ വെള്ളം തരും. ഹാബിറ്റ് ഫോർമേഷൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, അപ്പോ എന്ത് സംഭവിക്കും, ആ കുട്ടി എന്ത് ചെയ്യും, വെള്ളം ചോദിക്കാനുള്ള ചാൻസ് കൂടും. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ്, വെള്ളം ചോദിക്കാനുള്ള ചാൻസ് കൂടും. ഇത് രണ്ടും ഇല്ല എന്നതിൽ കുട്ടിക്ക് എന്താണ്, അവിടെ വെള്ളം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിലൂടെ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന 3 ആസ്പെക്ട്സുകൾ. ഒന്ന് ഡ്രൈവ്, ഹാബിറ്റ് സ്ട്രെങ്ത്, എക്സിറ്റാറ്ററി റിയാക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, SER എന്ന് പറയും. ഓക്കെ, ഇതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള പേര്. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഔട്ട്കം ആട്ടോ. അതിന്റെ ഔട്ട്കം എന്താണ്, കുട്ടി വെള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം അത് കൂടുതൽ ചോദിക്കുകയാണ്. ഓക്കെ, ഫൈൻ, മനസ്സിലായല്ലോ. ഇതാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ 3 components ഓഫ് ലേണിംഗ് തിയറി സ്റ്റേറ്റഡ് ബൈ ഹൾ. ഓക്കെ, ഹള്ളിന്റെ ലേണിംഗ് തിയറി പ്രകാരം പ്രധാനപ്പെട്ട 3 കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്, എക്സ്പെക്ടൻസി, ഹാബിറ്റ്, റീഇൻഫോഴ്സ്മെന്റ്, ഡ്രൈവ്. നമ്മൾ നോക്കിയിട്ടേ ഉള്ളൂ. കറക്റ്റ് ആൻസർ എന്താണ്, കറക്റ്റ് ആൻസർ BCND ആണ് അല്ലെ. ഹാബിറ്റ്, ഡ്രൈവ്, റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. ഹാബിറ്റ്, ഡ്രൈവ്, റീഇൻഫോഴ്സ്മെന്റ്, റൈറ്റ്. അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, എ ഹംഗ്രി ചൈൽഡ് ആസ്ക് ഫോർ ഫുഡ്, ഡ്രൈവ് ആണ്, ഗെറ്റ്സ് ഫുഡ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, ആൻഡ് ലേൺ ടു ആസ്ക് ഫുഡ് ഫോർ വെനെവർ അല്ലെ, വിശക്കുമൊക്കെ ചോദിക്കാണ്, അപ്പൊ ഹാബിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 എന്താണ്, ഇത് ഹള്ളിന്റെ ഈ ഒരു തിയറിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു ഫ്രൂയിഡ് അവർ വാല്യൂസ് ആർ ഇന്റർണലൈസ്ഡ് വിത്തിൻ ID, ഈഗോ, സൂപ്പർ ഈഗോ, സിറ്റുവേഷൻസ്. ഓക്കെ, നമ്മുടെ വാല്യൂസ് ഒക്കെ, നമ്മുടെ വാല്യൂ എന്നുള്ള സംഭവം കേട്ടോ, നമ്മുടെ മനുഷ്യന്റെ വാല്യൂസ് എന്നുള്ള കോൺസെപ്റ്റ് ഫ്രോയിഡിന്റെ തിയറി പ്രകാരം ഇതിൽ ഏതിന്റെ കീഴിലാണ് വരുന്നത് ചോദിക്കുന്നത്. പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. 1 സെക്കൻഡ്. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ്, സൂപ്പർ ഈഗോ ആണ് അല്ലെ. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, ദ സൂപ്പർ ഈഗോ കണ്ടെയ്ൻസ് അവർ ഇന്റേണലൈസ്ഡ് മോറൽ വാല്യൂസ്, റൂൾസ് ആൻഡ് ഐഡിയൽസ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നമ്മുടെ മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, നിയമങ്ങൾ, റൂൾസുകൾ, ഐഡിയൽസുകൾ, ഇതൊക്കെ എന്താണ്, സൂപ്പർ ഈഗോയിലാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇറ്റ് ഡെവലപ്സ് ത്രൂ ലേണിംഗ് സോഷ്യൽ ആൻഡ് പാരന്റൽ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ സമൂഹത്തിലൂടെയും അതുപോലെ തന്നെ പാരന്റ്സിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ ഈഗോയുടെ ഈ പറയുന്ന മോറൽ വാല്യൂസും റൂൾസും ഐഡിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. എ ചൈൽഡ് സീ മണി ലൈയിങ് ഓൺ ദി ഫ്ലോർ ആൻഡ് തിങ്സ് ഐ ഷുഡ് റിട്ടേൺ ഇറ്റ് ബിക്കോസ് taking someone else's money is wrong. This sense is right and wrong. This sense of right and wrong comes from the super ego ലോടെയാണ് ഈ ഒരു തോട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 1 സെക്കൻഡ്, സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒബ്സർവേഷണൽ ലേണിംഗ് ബൈ ബണ്ടുര emphasizes what? The transmission of social expectation, change in behavior due to conditioning, punishment and rewards, the process of imitation and modeling. Okay, observation learning ബൈ ബണ്ടുര ഏതാണ് എംഫസിസ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ് കറക്റ്റ് ആൻസർ, എന്താണ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ, ദ പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ്.
Okay. So Albert Bandura proposed that people can learn by observing and imitating the behavior of others. അല്ലെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ഒരു കോൺസെപ്റ്റ് ആണ് ബണ്ടൂരുടെ ഈ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി. ഞാൻ പ്ലേലിസ്റ്റിൽ ഞാൻ പറഞ്ഞത് ഓൾറെഡി വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആൽബർട്ട് ബണ്ടൂർ എന്താ പറയുന്നത്, നമുക്ക് ആളുകൾക്ക് എന്താണ്, ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, ഓക്കെ, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബിഹേവിയർ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വിത്തൗട്ട് ഡയറക്ട്ലി എക്സ്പീരിയൻസ് ദി ബിഹേവിയർ ഇറ്റ് സെൽഫ്. ഓക്കെ, എ ചൈൽഡ് വാച്ച് their parents say thank you when receiving something and later start saying thank you in similar situation. Okay, imitate ചെയ്യാണ്. Fine. Next എന്താണ്, according to Albert Bandura, the key to positive moral development is the fear of punishment. The key to positive moral development is good instruction. The key to positive moral development is self-regulation. The key to positive moral development is abstract reasoning. Okay, ബണ്ടൂര പ്രകാരം, ബണ്ടൂരുടെ ആൽബർട്ട് ബണ്ടൂര പ്രകാരം ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ ശരിയെന്ന് ചോദിക്കുന്ന കറക്റ്റ് ആൻസർ എന്താണ്, പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. Key to positive moral development is self-regulation, right? Yes. കാരണം ബണ്ടൂർ എപ്പോൾ പറയുന്ന കാര്യം ഉണ്ടല്ലേ, സ്വയം മനസ്സിലാക്കുക, സ്വയം നന്നാവുക, അല്ലെ, സെൽഫ് റെഗുലേറ്റ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ. അക്കോർഡിംഗ് ടു ആൽബർട്ട് ബണ്ടൂര, moral behavior is strongly influenced by self-regulation, the ability to control and evaluate one's own behavior and according to moral standards. അല്ല, അപ്പൊ സ്വയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്വഭാവത്തെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ബണ്ടൂര മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഓക്കെ, a child finds money that belongs to someone else but decide to return it because they had learned to control their behavior and follow their moral standards. ആരും പുറത്തുനിന്ന് ആരും പറയൂല, പണിഷ്മെന്റ് റിവാർഡ് ഒന്നുമില്ല, സ്വയം തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം, മോറൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാണ്. ഓക്കെ, ഇതാണ് ആൽബർട്ട് ബണ്ടൂരയുടെ സെൽഫ് റെഗുലേഷൻ എന്നൊരു കോൺസെപ്റ്റ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ഒബ്സർവേഷണൽ ലേണിംഗ് ബൈ ബണ്ടൂര emphasizes what? The transmission of social expectation, the change in behaviors due to conditioning, punishment and rewards, the process of imitation and modeling. ഈ പറയപ്പെടുന്നതിൽ ഒബ്സർവേഷൻ ലേണിംഗ് ബൈ ബണ്ടൂര ഏതാണ് എംഫസൈസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. ലേണിംഗ് ബൈ ബണ്ടൂര emphasizes. ഓക്കെ, ഫൈൻ, ഡു വൺ തിങ്, നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുട്ടോ. ഓക്കെ, കമന്റ് ബോക്സ്, ജസ്റ്റ് പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, so we'll move to the next question. Yeah, fine. Okay, next question എന്താണ്, B.F. Skinner claimed that language is acquired through what? അല്ലെ, B.F. Skinner ക്ലെയിം ചെയ്യുന്നത് എന്താണ്, അതായത് ലാംഗ്വേജ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാംഗ്വേജ് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത് എന്ന് B.F. Skinner പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, അത് ത്രൂ ഇമിറ്റേഷൻ ആണോ, അല്ല തോട്ട് ആൻഡ് ഇമിറ്റേഷൻ ആണോ? B.F. Skinner എന്താ, പിന്നെ തോട്ട് ആൻഡ് ഇമിറ്റേഷൻ വഴിയാണോ നമ്മുടെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് വഴിയാണോ, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് തോട്ട് വഴിയാണോ, അല്ലെങ്കിൽ ഇത് മൂന്നും വഴിയാണോ നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു B.F. Skinner. പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്, ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, റൈറ്റ്. B.F. Skinner explained language learning through operant conditioning, where children learns language through imitation and reinforcement. അല്ലെ, ഉദാഹരണത്തിന്, a child says water after hearing others says it. When the child receives water, the response is reinforced, right? Make the child more likely to use the words again. അല്ലെ, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അത് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതുമായിട്ട് യൂസ്ഡ് ടു ആകുകയാണ്. ഓക്കെ, അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുക, അത് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് B.F. Skinner സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു വേ ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഇമിറ്റേറ്റ് ചെയ്യുക, അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, types of reinforcement which produces the slowest rate of extinction is continuous reinforcement, fixed ratio reinforcement, fixed interval reinforcement, variable ratio reinforcement. നേരത്തെ ആ സെയിം കോൺസെപ്റ്റ് തന്നെ കേട്ടോ, അതായത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ. ഓക്കെ, 1 second. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമുക്ക് പലതരം റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ റീഇൻഫോഴ്സ്മെന്റും നിന്ന് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ആക്ട് എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റില് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ആ ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഇതാണ് ചോദിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾ എടുക്കുക. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് സംഭവിക്കും, ആ ആക്ടിവിറ്റി ആ കുട്ടി ചെയ്യുന്ന എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് റേഷ്യോ പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു 3 ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യും, ചോക്ലേറ്റ് കൊടുക്കും. അത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ആക്ടിവിറ്റി
എന്ത് ചെയ്യും, പെട്ടെന്ന് കുറയും. പക്ഷേ ഏതൊരു റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറെ കാലത്തിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ആക്ടിവിറ്റി കുറഞ്ഞ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുള്ളൂ. അത് ഏത് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ചോദിക്കുന്നത്? എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റ് ആണല്ലോ. എന്താണ് വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ? കാരണം എന്താണ്, നമുക്ക് അറിയുന്നില്ല എപ്പോഴാണ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, അത് വിചാരിച്ച് ചെയ്തുകൊണ്ട് നിൽക്കും. പതിയെ നമുക്ക് മനസ്സിലാവും ഇനി കിട്ടൂല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, അത് സ്ലോലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. അണ്ടർസ്റ്റുഡ്? ഇതാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഫൈൻ. വേരിയബിൾ റേഷ്യോ എൻഫോഴ്സ്മെന്റ് ആണ്. One second. Yeah. So last two questions are, which of the following is not a type of reinforcement? Positive reinforcement, physical punishment, negative reinforcement, none of the above. അല്ലെ, പേരിൽ നമുക്ക് എന്താണ്, ഫിസിക്കൽ പണിഷ്മെന്റ് ആണ് അല്ലെ. ബാക്കി രണ്ടും റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, which of the following type of reinforcement led to the poor level of conditioning? Immediate reinforcement, delayed reinforcement, partial reinforcement അല്ലെ. ഒരു പുവർ ലെവൽ ഓഫ് കണ്ടീഷനിങ് സംഭവിക്കുന്ന ഏത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് ചോദിക്കുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്? ഓക്കെ, വിച്ച് ലെഡ് ടു പുവർ ലെവൽ ഓഫ് കണ്ടീഷനിങ്. ഓക്കെ, അതിൽ ഏതാണ്, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് ചോദിക്കുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഡിലേഡ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. ബിക്കോസ് ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, B.F. Skinner explained that reinforcement is most effective when it occurs immediately after the desired behavior. അല്ലെ, ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു റീഇൻഫോഴ്സ്മെന്റ് സംഭവിക്കണം. കുട്ടിക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ചോക്ലേറ്റ് കൊടുക്കണം. മാർക്കെല്ലാം കിട്ടി ഏതോ കാലത്ത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, റീഇൻഫോഴ്സ്മെന്റ് വീണ്ടും സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ delayed reinforcement is less effective because the learner may not clearly connect the behavior with the reward. Okay. For example, a child completes homework today, but the teacher gives praise after 1 week. The child may not strongly connect the praise with completing the homework. അല്ലെ, അപ്പൊ കിട്ടുന്ന സമയത്ത് ആ ചെയ്തപാട് കിട്ടുന്ന ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്തുണ്ടാവില്ല, കുട്ടികൾക്ക് ഉണ്ടാവില്ല അല്ലെ. ഒരു മാർക്ക് കിട്ടി അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യും, ആ ഒരു സാധനം മനസ്സിൽ എപ്പോഴും കിടക്കും. നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി, റൈറ്റ്? അതേസമയത്ത് കുറെ കാലത്തിന് ശേഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്താണ്, ചിലപ്പോൾ അത് മാറുന്ന തന്നെ പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇത്ര മതി കേട്ടോ. ഞാൻ എപ്പോഴും ഒരു ഹാഫ് അവർ എടുക്കാറുള്ളത്. അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യൻസും പല ആളുകൾക്കും പുതിയ ചോദ്യങ്ങളായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചോദ്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് കണ്ടിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ബിക്കോസ് ദ വേ ക്വസ്റ്റ്യൻസ് ആർ ആസ്കിങ് ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അഡീഷണലി പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. Okay, yeah. So that's all about today's session. So we'll see you in the next video. Till then, bye and thanks.